ആഹാ, ആരാണ് ആ ചമ്മാടി? ആരായി? അവനങ്ങ് വിട്ടാ പറ്റുമോ? നോക്കൂ ഗൗരി, അവനൊന്ന് കാണിച്ചെന്നാ മതി, ബാക്കി കാര്യം ഞാനേ. അവൻ ആരെന്ന് ഞാനെങ്ങനെ അറിയും? വലിയ തടിയനാ, കണ്ണട വെച്ചിട്ടുണ്ട്, വെളുത്ത നിറം. ഇതാണ് അടയാളം. നമ്മുടെ നാട്ടിലെ ഈ അടയാളമുള്ള ഒരു 1000 പേര് കാണും. പിന്നെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നു? കണ്ടുപിടിക്കുമ്പോ കണ്ടോ? എന്തായാലും അയാൾ എന്നെ ഫോളോ ചെയ്ത് ശല്യപ്പെടുത്തിയത് തെറ്റ് തന്നെ. അതിവിടെ വന്ന് പറഞ്ഞാ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഗൗരി, നീ എന്റെ മകളാണ്. നിനക്കുണ്ടാവുന്ന വിഷമങ്ങള് എന്റെയും കൂടിയാണ്. അതെ, അത് എന്റെയും വിഷമായി മാറും. പിന്നെ ഞാനിതിൽ ഇടപെടേണ്ടി വരും. എന്റെ സ്വഭാവം അനുസരിച്ച് ഇവന്റെ കയ്യോ കാലോ ഓടിച്ചെന്നിരിക്കും. എടാ വേലായുധാ, നീയൊന്ന് ചുമ്മാ ഇരിടാ, വീമ്പിളക്കാതെ. കുറ്റാന്വേഷണമൊക്കെ ഇനി പിന്നെ ആവാം. അച്ഛൻ വരേണ്ട സമയമായി. ഞാൻ ഇറങ്ങിയിട്ട് വരട്ടെ വല്യമ്മേ. ശരി. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? കാണാം, അതുകൊണ്ടാണല്ലോ പിന്നാലെ കൂടിയത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. കുട്ടി ഒരു കൊച്ചു സുന്ദരിയല്ലേ, ഒന്ന് പിന്നാലെ കൂടിയാൽ അഡ്രസ് ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതിയാ. ഒന്ന് മര്യാദയ്ക്ക് വഴി നടക്കാൻ പോലും സമ്മതിക്കില്ല അല്ലേ മിസ്റ്റർ? അത് ഞാൻ പിന്നെ പോലീസിനെ വിളിച്ചാലേ ഇത് ശരിയാവും. അയ്യോ, അത് വേണോ? വേണം. പോലീസ്, പോലീസ്, പോലീസ്. പ്രശ്നമാവോ ദൈവമേ? പട്ടിന്റെ വീടല്ലേ അത്? അറിയോ, സംഗതി പറ്റിച്ചു. കിളി നമ്മുടെ കൂട്ടി തന്നെ. പക്ഷേ കിളി കയറി കൊത്താതെ നോക്കണം. കൊത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റളിയാ. വല്യമ്മായുമായി അവൾ അടുപ്പത്തിലായത് നമ്മുടെ ഭാഗ്യം. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ രമേശൻ അവളെ കണ്ടാലുണ്ടല്ലോ, നിന്റെ കാര്യം പോക്ക. അവൻ അതിന് ബോധമുണ്ടായിട്ട് വേണ്ടേ? സദാസമയവും വെള്ളടിയല്ലേ? വാ, വെള്ളവടിയൊക്കെ ശരി തന്നെ. പക്ഷേ രമേശൻ അവളെ കാണാനിട വന്നാലുണ്ടല്ലോ, നിനക്ക് കൂടെ കൂടെ ഈ വട്ടളവുന്ന കാര്യം അവൻ കിളി പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നിന്റെ ഗതി അതോ ഗതി. ആഹാ, അതിനു മുമ്പ് അവന്റെ വെള്ളോടിയെ പറ്റി ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. നീ നോക്കിക്കോ. ദൈവമേ, നീ തന്നെ ഇവനെ രക്ഷിക്കണേ. അയ്യാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഈ മോന്തം വെച്ചല്ലേ? അതെ. എടാ കഴിവേറി, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. നീ വാ. ഭാഗ്യം എനിക്കില്ല അല്ലേ? ഇല്ല, വാടേ. ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിന്ന് വരികയാണ് സാർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സാർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത്. അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ്, പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ചേ? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താനിവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ എന്റെ ഒരു കഥാപ്രസംഗം. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ, അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി, ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. ഫസ്റ്റിലേ നീ വരണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടവരായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 ഉറുപ്പിക അടിച്ചു പോലായിരുന്നു ഇല്ലേ? പിന്നെ ഈ വേലായുധൻ തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നേക്കും ഒരു ഐഡിയ ഒക്കെ വേണം. മനസ്സിലായോ? പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കേറി കേൾക്ക. ചേച്ചി, തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്.
കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. നോ 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 തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല. അഭ്യസ്ത വിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ PSC. ആ, താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരിയടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. എന്താ പറഞ്ഞേ? സാറേ, NOC തട്ടിപ്പിനിരയായ ഒരു ഹതഭാഗ്യനാ ഞാൻ. കടം വാങ്ങിയ 10,000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഞാൻ. അതിനുവേണ്ടിയാണ് ഈ വേഷം കെട്ടും നോട്ടീസും ഒക്കെ. അത്രേ ഉള്ളൂ. നിനക്ക് 10,000 രൂപ ഞാൻ തരാം. അതെ, ഇത്രയും സമർത്ഥനായ എന്നെ വിട്ടിച്ച ഒരു കൊച്ചു വെടുക്കൻ തന്നെ. പക്ഷെ എപ്പോഴല്ല, അടുത്ത ആഴ്ച നമുക്ക് ഇതിലൊരു ലേഖം ഞാൻ പകുതിയാക്കി വെച്ചിരിക്കണം. വായിച്ചിട്ട് തരാം കേട്ടാ. അങ്ങനെ വായിക്കണ്ട. അതിക്ക് താടാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആ ബുക്ക് വേണം. അത് ചോദിച്ചാ പോരെ? എടുക്ക. നീ ഒരു കാര്യം ചെയ്യും, അതെടുത്ത് വായിക്കും. പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. എന്താ ഇതെന്താ? ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? നിങ്ങൾ കുട്ടികളെ പോലെ ശബ്ദം ഉണ്ടാക്കി കളിക്കണേ. അയ്യോ അതല്ല, ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ, ഇത് അടുത്ത വീട്ടിലെ കുട്ടിയുടെ കളിക്കുന്ന സാധനം. അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അയ്യോ, പിന്നെ അടിക്കും. അയ്യോ, പറ്റിയ അയ്യോ, അതൊന്നുമല്ല. അതെ, 6 മാസം മുമ്പ് ഇവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം ഇതുപോലുള്ള ഹോണടി കേട്ടാ ഇവന് വട്ടളകും. അയ്യോ, എന്നിട്ട് എന്താണ് നീ ഇത്ര കാലം പറയാതിരുന്നേ? അത് പറഞ്ഞ ഇവൻ എന്നെ എഴുതി കയറി പിടിക്കും. അയ്യോ, എന്റെ പോലെ എന്നാൽ ഉടനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. വേഗം കൊണ്ട് കാണിക്കണം. അയ്യോ, മോനെ, ഇതിപ്പോ ഞങ്ങളായിട്ടല്ലേ, വേറെ വല്ലവരാണെങ്കിലോ? അതെ അതെ അതെ, അയ്യോ, ആരെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നുപോകും. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്ററാ, അത് വരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. അത് അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക. സാർ ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടിയാണ്. ഒന്ന് പിടിക്കും. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവരൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. അതൊക്കെ ഇരിക്കട്ടെ. ഗൗരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് തങ്കച്ചി വല്യമേ. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോ ഗൗരി വരുന്നത് എനിക്കൊരു ആശ്വാസമായിരിക്കും. ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ ഭേദം തങ്കച്ചി വല്യമ വന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാ വന്നേ. ഗൗരിയെ പോലെ ഒരു നല്ല അയൽവാക്കം കിട്ടിയത് എന്റെ ഭാഗ്യം. എനിക്ക് ആകെയുള്ള ഒരു മകൻ വിനോദ്. അവൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാ. ഒരു പ്രത്യേക ടൈപ്പാ. പിന്നെ അനിയും വേലായുധം തമ്പി ചുറ്റിക്കറങ്ങി നടക്കുന്നു. നാട്ടിൽ നിന്ന് 2 അന്തരവന്മാര് വന്നിട്ടുണ്ട്, രാകേഷും രമേശും. ശങ്കു, ഒന്നിങ്ങി വന്നേ. ഇവനാണ് ഞങ്ങളുടെ ശങ്കു. ഇവൻ ഞങ്ങളുടെ ബാല്യക്കാരൻ മാത്രമല്ല, സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ്. കരാട്ടയിൽ 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ്. സൂക്ഷിക്കണം. പുള്ളി കൊള്ളാമല്ലോ. ശങ്കു, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? അമ്മായി,
അളിയാ ഇതാ ഞാൻ പറഞ്ഞത്. തങ്കച്ചേലമ്മേ, ആരാ ഇത്? ഇത് എന്റെ അന്തരവ് രാകേഷ്. ഹലോ. ഇത് ബാല്യകാല സഖി ഓമന. ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ ശരി. ആ അമ്മായി, ആ പോയത് ആരാണ്? അത് നമ്മുടെ അയൽപക്കത്തെ മാളഭട്ടിന്റെ മകളില്ലേ, പേര് ഗൗരി. നമ്മുടെ മാളഭട്ടിന്റെ. ആ ഓ, നമ്മുടെ മാളപൊട്ട. ആ മാളഭട്ടിന്റെ പേര് കൊള്ളാം, ഗൗരി. ശരിയാ, നല്ല പേരാ, ഗൗളി. ചുമരിട കളമാക്കല്ലേ. നിങ്ങൾ അകത്തേക്കല്ലേ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അയ്യോ വേണ്ടാമായിരുന്നു. അമ്മായി അവന് വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മായി ആഹാരം എടുക്കുക. എന്നാ ഞാൻ കൂടെ വരാം. അല്ല രമേശ് എവിടെ? അവനിപ്പോ അത് രമേശ് ഒന്ന് കറങ്ങാൻ പോയതാ. ആ റേഡിയല്ലേ, അവൻ ഇറങ്ങാൻ പോയൊന്നും അല്ല അമ്മായി, അവനാള് മുങ്ങിയതാ. ഇനി എവിടെ പൊങ്ങുമോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം. ഓ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിയുടെ മുമ്പിൽ വെറുതെ ഷൈൻ ചെയ്തതെന്ന്. മൂച്ചടിച്ചാ ഇന്നലെ അടി കൊണ്ട് ഒരു അമ്മയോട് പറഞ്ഞു കൊടുക്കുക. രാകേഷേ, ആ, ഇപ്പൊ വരാം.